ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലെ അവ്യക്തതയിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. മൂല്യനിർണ്ണയവും മറ്റു നടപടികളും പൂർത്തിയാക്കി പരീക്ഷാ ബോർഡ് ഇന്ന് യോഗം ചേരും. ഫലത്തിന് അന്തിമ രൂപം നൽകുമെങ്കിലും ഫലപ്രഖ്യാപനം മുൻകൂട്ടി നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച നടത്തണമോ എന്നതിലും ഇന്ന് തീരുമാനമുണ്ടാവും. SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പുതിയ സർക്കാർ ചുമതലയേൽക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായി നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഫലം പ്രഖ്യാപിക്കുന്നത് വകുപ്പ് മന്ത്രിയാണ്. നിലവിൽ വകുപ്പ് സെക്രട്ടറിയുമില്ല. SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ്. ഇതോടെ ആശങ്കയിലായത് വിദ്യാർത്ഥികളും. മൂല്യനിർണ്ണയവും മറ്റ് നടപടികളുമൊക്കെ പൂർത്തിയാക്കി പരീക്ഷാ ബോർഡ് ഇന്ന് യോഗം ചേരും. ബോർഡ് ഫലത്തിന് അന്തിമ രൂപം നൽകുമെങ്കിലും ഫലപ്രഖ്യാപനം മുൻകൂട്ടി നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച നടത്തണമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പരീക്ഷാ ഭവൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയെങ്കിലും ഭരണതലത്തിലെ അനിശ്ചിതത്വം ഉദ്യോഗസ്ഥരെയും കുഴപ്പിക്കുന്നുണ്ട്. 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് ഫലപ്രഖ്യാപനം നടത്തിയത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായിരുന്ന K ഷാജഹാൻ ആയിരുന്നു. അതുപോലെ ഇത്തവണയും ഉണ്ടാവുമോ എന്ന് വ്യക്തമല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി K വാസുകി ലോക്ഭവനിലേക്ക് സ്ഥലം മാറി. ഷർമിള മേരി ജോസഫിനാണ് സെക്രട്ടറിയുടെ ചുമതല. ഇതിനു പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷുമുണ്ട്. നടപടികൾ പൂർത്തിയായാൽ മുൻകാലങ്ങളിലേതുപോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഡയറക്ടറും കൂടിയാലോചിച്ച് ഫലപ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതേയുള്ളൂ. ജനം, തിരുവനന്തപുരം.